ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയയിലേക്ക് സ്വാഗതം. മനുഷ്യന്റെ ഈ ലോക ജീവിതം ഒരു കാലയളവിൽ അവസാനിക്കും. എന്നാൽ അതിനു മുമ്പായി ദൈവവചനം പഠിച്ച് നിശ്ചയമുള്ളവരായി തീർന്നാൽ അത് ലാഭകരവും ജയകരവുമായി തീരും. പ്രസിദ്ധ ക്രൈസ്തവ സുവിശേഷകയും മിഷണറി വനിതയുമായ കർത്താവിൻ്റെ ദാസി അന്നമ്മ മാമൻ്റെ വാക്കുകളാണിവ. 1914 കുമ്പനാട്ട് കൊച്ചുപറമ്പിൽ KM മാമൻ മറിയാമ്മ ദമ്പതികളുടെ മകളായി ഒരു മർത്തോമ കുടുംബത്തിൽ അന്നമ്മ മാമൻ ജനിച്ചു. തൻ്റെ ഹൈസ്കൂൾ പഠനത്തിന് ശേഷം ടീച്ചേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് അധ്യാപികയായിരിക്കുമ്പോൾ അത്ഭുതകരമായൊരു കാര്യത്തിന് വേണ്ടി ദൈവം തന്നെ വിളിക്കുകയാണ് എന്നൊരു ദർശനമുണ്ടായതിനെ തുടർന്ന് പെന്തക്കോസ് അനുഭവം ജീവിതത്തിൽ ഉൾക്കൊണ്ട് സ്വന്തത്തെയും സമൂഹത്തെയും മാതൃഭാഷയെയും നോക്കാതെ 16-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി. അന്ത്യം വരെയും ക്രൂശയെ നോക്കി യാത്ര ചെയ്തിരുന്ന കർത്തൃദാസി അന്നമ്മ മാമൻ ലോകപ്രശസ്തയായ സുവിശേഷകയും മിഷണറി വനിതയും കൂടാതെ ക്രൈസ്തവ ഗാനരംഗത്തെ അതിപ്രശസ്തങ്ങളായ ചില ഗാനങ്ങളുടെ രചയിതാവ് കൂടിയാണ്. തന്നെ ഭവനത്തിൽ നിന്നും പുറത്തിറക്കിയ സന്ദർഭത്തിലാണ് ഞെരുക്കത്തിൻ്റെ അപ്പവും കഷ്ടത്തിൻ കണ്ണുനീരും പാനം ചെയ്തത്. ആ സാഹചര്യത്തിലാണ് ലോകമാ ഗംഭീര വാരതിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് എന്ന ഗാനം പിറന്നത്. തനിക്ക് നേരിട്ട പ്രതിസന്ധികളെല്ലാം തന്നെ ദേഹവും ദേഹിയും സമസ്തം ക്രിസ്തുവിനോട് അടുപ്പിക്കുന്നതായിരുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ യാതൊരു കോട്ടവും തട്ടാതെ തന്നിൽ നിന്നും ഇന്നും ജീവിക്കുന്ന വരികൾ ഉടലെടുത്തു. പ്രസ്തുത ഗാനങ്ങളിലെല്ലാം തന്നെ ദൈവസ്നേഹവും സമ്പൂർണ്ണ സമർപ്പണവും നമുക്ക് അനുഭവവേദ്യമാണ്. ഇന്ന് ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹം അന്നമ്മ മാമൻ്റെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുകയും ആത്മിക സന്തോഷം അനുഭവിക്കുകയും അനേകർ ദൈവഭാഗത്തേക്ക് തിരിയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതൊരു വിശ്വാസിയുടെ ഹൃദയത്തെ സ്പർശിക്കുകയും ക്രിസ്തുവിലേക്ക് ചേർക്കുകയും ചെയ്യുന്ന വരികളാണ് അന്നമ്മ മാമൻ്റെ പാട്ടുകൾ ഉടനീളം. ഒരിക്കൽ അന്നമ്മ ഇങ്ങനെ എഴുതി: ദൈവിക ജ്ഞാനത്തെക്കാൾ ഇന്ന് മനുഷ്യർക്ക് ഭൗതിക ജ്ഞാനമുണ്ടെന്ന് കരുതുന്നു. കാര്യങ്ങൾ നാം വിവേചിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവസന്നിധിയിലിരുന്ന് ഞാൻ കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവളാണ്. മനുഷ്യന്റെ ഈ ലോക ജീവിതം ഒരു കാലയളവിൽ അവസാനിക്കും. എന്നാൽ അതിനു മുമ്പായി ദൈവവചനം പഠിച്ച് നിശ്ചയമുള്ളവരായി തീർന്നാൽ അത് ലാഭകരവും ജയകരവുമായി തീരും. എന്നെക്കുറിച്ച് നിങ്ങളിൽ നിന്നും കേൾക്കാൻ വേറൊരു തലമുറ നിങ്ങൾക്കുണ്ടാകും. നെല്ലിമലയിൽ കൊച്ചുപറമ്പിൽ സിയോൻ മന്ദിരത്തിലിരുന്ന് ഈ വാക്കുകൾ പറയുമ്പോൾ തനിക്ക് പ്രായം 90. എങ്കിലും വാർദ്ധക്യത്തിൻ്റെ ക്ഷീണങ്ങളൊന്നും ആ മനസ്സിനെ മടുപ്പിച്ചില്ല. അന്ത്യം വരെയും ക്രൂശയെ മാത്രം നോക്കി യേശുവിനായി ജീവൻ വെച്ച് യുദ്ധം ചെയ്യാമെന്നുള്ള ധൈര്യവും തീഷ്ണതയും ആ മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. കേരളത്തിന് പുറത്തും അനേകരെ സുവിശേഷ പോരാളികളാക്കി തീർക്കുവാൻ അന്നമ്മ മാമന് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ അനേക തവണ യാത്ര ചെയ്തിട്ടുള്ള ഇവർ ഇസ്രയേൽ, ഹോങ്കോങ് എന്നീ രാജ്യങ്ങളിൽ പൗരത്വമുള്ള ആളാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹീബ്രു എന്നീ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഇവരെ പറ്റി ലോകപ്രശസ്തനായ വേദപണ്ഡിതൻ റെവറൻഡ് കോസ്റ്റഡെ പറയുന്നത് എൻ്റെ ആത്മിക മാതാവാണ് അന്നമ്മ മാമൻ എന്നാണ്. സ്വഭവനത്തിൽ നിന്നും ഇറക്കി വിട്ടെങ്കിലും ഹൃദയത്തിൽ നിന്നും ഇറക്കി വിടാതെ ചേർത്ത് പിടിച്ച ഒരു വല്യമ്മച്ചി അന്നമ്മയ്ക്കുണ്ടായിരുന്നു. കൊച്ചുമകളുടെ പ്രതികൂല സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വല്യമ്മച്ചി അന്നമ്മയ്ക്കൊരു കത്ത് എഴുതി അയച്ചു. ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി വല്യമ്മച്ചിയുടെ കത്ത് തനിക്ക് ലഭിച്ചത്. കഷ്ടതയുടെ മാർഗം ഉപേക്ഷിച്ച് തിരികെ ഭവനത്തിൽ മടങ്ങിയെത്തണമെന്നായിരുന്നു വല്യമ്മച്ചിയുടെ വാക്കുകൾ. അത് അന്നമ്മയുടെ കണ്ണുകളെ നനയിച്ചു. വിട്ടുപോരുന്നിടത്തേക്ക് മടങ്ങിച്ചെല്ലുവാനുള്ള വല്യമ്മച്ചിയുടെ സ്നേഹത്തിന്റെ ക്ഷണം തന്നെ പുറകോട്ട് വലിച്ചു. സ്നേഹസമ്പന്നനായ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ദർശനം മുൻപിൽ രണ്ടിന്റെയും ഇടയിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട് അന്നമ്മ ഇങ്ങനെ പാടി. അത് ഉറച്ച തീരുമാനമായിരുന്നു. യാത്ര ചെയ്യും ഞാൻ ക്രൂശയെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി. കർത്താവിന്റെ 2-ാം വരവിനായി വളരെ പ്രത്യാശയോടെ കാത്തിരുന്ന അന്നമ്മ മാമന് ഒരു ദർശനമുണ്ടായി. തുറന്നു കിടക്കുന്ന ഒരു വാതിൽ വഴിയായി എണ്ണമറ്റ ദൂതന്മാരുടെ ബഹുഘോഷത്തോടും മഹാകാകള ധ്വനിയോടും ഇവിടെ കയറി വരിക എന്ന ഗംഭീര ശബ്ദത്തോടും തേജസ്സിന്റെ കിരീടം ചൂടി അഗ്നിമയമായ രഥങ്ങളിൽ കർത്താവ് എഴുന്നള്ളി വരുന്ന ദർശനം. ആ വർണ്ണന ഒട്ടും കുറയ്ക്കാതെ അനുഗ്രഹീത ഗാനം തന്നിൽ നിന്ന് വീണ്ടും ജനിച്ചു. ആ ഗാനമാണ് ലക്ഷോലക്ഷം ദൂതർ സേവിതനിത.